Hello my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Your April month, April മാസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഇവിടെ 3 ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റൈറ്റ്? സോ ഇതിൽ ഏത് ഫ്ലവറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ് അബൌട്ട് യുവർ ഏപ്രിൽ മന്ത്. സോ ഇന്ന് നമ്മൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി. സ്പെഷ്യലി നിങ്ങളുടെ ഏപ്രിൽ മന്ത് എങ്ങനെയായിരിക്കും, ഏപ്രിൽ മന്ത് നടക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മേജർ ഇവന്റ്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, then we can start. Always remember, generic reading ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കാം. Alright, so select your group, then we can start. Hello, group number 1, the sunflower, സൂര്യകാന്തി പൂവ് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. ഏപ്രിൽ മന്ത് നിങ്ങൾ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കാൻ പോകുന്നൊരു മാസമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഒരു സ്ട്രോങ് വേർഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ തരുന്ന, വളരെ സ്ട്രോങ് എക്സ്പീരിയൻസ് തരുന്ന, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മറക്കാൻ സാധിക്കാത്ത ഒരു മാസമാണ് ഏപ്രിൽ മാസം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസമാണത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽഡ് ആയിട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ പേർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള, എത്തിപ്പെടാൻ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ പേർപ്പസ് കണക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ എത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ചില കാര്യങ്ങള് ഈവൻ എന്താണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യത്തിൽ എത്തിച്ചേരുന്ന സമയത്ത്, ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംപ്ലീഷൻ നിങ്ങളുടെ ലൈഫിലെ ചില ഏരിയാസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ പലർക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഞാൻ എവിടെ എത്തണം ആഗ്രഹിച്ചോ, ഞാൻ എന്താഗ്രഹിച്ചോ അതെനിക്ക് സാധിച്ചു എന്ന് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും വെളിച്ചം തരുന്ന, അതുപോലെ നിങ്ങൾ ഒരു സൂര്യകാന്തി പോലെ നിങ്ങൾ പ്രകാശിക്കുന്ന ഒരു മാസമാണ്. സോ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ പല ആളുകളും കാണാൻ വരുന്നതായിട്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ക്ലയൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ നോർമൽ ലവ് പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും വളരെ ദൂരെ നിന്നൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നിങ്ങൾക്കിനെ തോന്നും, ഇതെങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ തോന്നുന്ന ചില മൊമെന്റ്സ് നിങ്ങൾക്ക് ഈവൻ ലവ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും. സോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും വളരെ ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ചില ആളുകളെ കണക്ട് ചെയ്യാനും, അല്ലെങ്കിൽ അതുപോലത്തെ പ്രപ്പോസൽ നിങ്ങൾക്ക് ബിസിനസ്സിലോ പേഴ്സണൽ ലൈഫിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. സോ ഒന്ന് കൂടുതൽ കാര്യങ്ങൾ, ഒന്ന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നും ഏപ്രിൽ മന്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾഫിൽഡ് ആവുന്ന ചില ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവാനില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്ക് അത്ര സന്തോഷം തരുന്ന, നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് അത്ര ഇഷ്ടം തോന്നുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഗ്രൂപ്പ് നമ്പർ 1 അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വളരെ ചെറിയൊരു എസെൻസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന, നിങ്ങൾക്ക് ഇനിയും വരാൻ പോകുന്നതിന്റെ വളരെ ചെറിയൊരു എസെൻസ് ആണ് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ അത്ര
സന്തോഷമായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത് അത് ഏപ്രിൽ മാസം ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പേർപ്പസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിട്ട് നിങ്ങളുടെ ലവ് ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള മേജർ ബ്ലെസ്സിങ്സ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഏപ്രിൽ മാസം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കണക്ട് ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്നുള്ളത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ക്രൗഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു പബ്ലിക് പ്ലേസിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്, പബ്ലിക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോബൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വളരെ ഹൈ പൊസിഷനിലേക്ക് വരാനും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യാനും ഒരു ഹ്യൂജ് ക്രൗഡ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഐഡിയാസ് ആളുകൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അത് ഒരുപാട് ആളുകളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ്, പ്ലാൻ, മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റ്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മന്ത് നിങ്ങൾ അതിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് അതിൽ നിന്ന് തരുന്നുണ്ട്. പക്ഷേ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹ്യൂജ് ബ്ലെസ്സിങ്സ് അതിന്റെ മേലെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സന്തോഷമുള്ള, വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു മാസമാണ് എല്ലാ ഏരിയാസിലും വരുന്ന സമയത്തും. ഓക്കെ, ലവ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മണി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എവിടേക്കോ എത്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പൊസിഷനിൽ എത്തി, നിങ്ങൾ ആഗ്രഹിച്ച ആളുകളുടെ കൂടെ എത്തി എന്നുള്ള ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ എവിടെ എത്തണം ആഗ്രഹിച്ചോ അവിടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മന്ത്. അത് എല്ലാ രീതിയിലും നിങ്ങൾക്കത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകള്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ബ്യൂട്ടി, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫിസിക്കലി ഒക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മാസമാണ്. എസ്പെഷ്യലി നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു ആണത്വം നിങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആണത്വം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്ര വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അതുപോലത്തെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ, ഒരുപാട് സ്ത്രീകളുടെ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങൾ ഇന്റൻഷനലി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതും നിങ്ങൾ ചില മാറ്റങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഏപ്രിൽ മാസം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളൊന്നും ചെയ്യാണ്ട് വെറുതെ സംഭവിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഏതൊക്കെ ഒരു ടൈമിൽ അറിഞ്ഞോ അറിയാതെയോ അതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ജോബ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വരുന്ന സമയത്ത് പല സമയത്തായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. സോ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹ്യൂജ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂജ് ക്രൗഡ്, ഹ്യൂജ് മണി അല്ലെങ്കിൽ ഹ്യൂജ് ക്ലൈൻസ്. ഓക്കെ, സോ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ എപ്പോഴെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ അത് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അതുപോലെ 4 കോർണറിന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് കൂടുതൽ ഭാഗത്തുനിന്ന് പല അവസരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ്. സോ വളരെ സന്തോഷമായിട്ട് എടുക്കുക. ചില ആളുകൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ എവിടെ ജനിച്ചു വളർന്നോ അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ ജനിച്ച് വളർന്നിട്ടുള്ള സ്ഥലവുമായിട്ട് ഏതൊക്കെയോ രീതിയിൽ ഈ ഏപ്രിൽ മന്ത് നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിൽ വലിയൊരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ എവിടെ ജനിച്ചു വളർന്നോ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ സെർവ് ചെയ്യാനുണ്ട്. അതിന്റെ എന്തൊക്കെയോ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏപ്രിൽ മന്ത് സംഭവിക്കുന്നുണ്ട്. സോ ചില ആളുകൾ കുറെ കാലത്തിനൊക്കെ ശേഷം നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശസ്തിയോ അല്ലെങ്കിൽ അത്രയൊരു
റെസ്പെക്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏപ്രിൽ മന്ത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ളതും വളരെ വെളിച്ചം നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ശരീരമൊക്കെ നിങ്ങൾക്ക് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ലൈക്ക് പ്ലസന്റ് ആയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ആരോഗ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്നുള്ളതല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മനസ്സിനൊക്കെ ഒരു വെളിച്ചം വരുന്നുണ്ട്. സോ ഉള്ളിൽ അടഞ്ഞു കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അടച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മേ ബി തുറന്നു വെക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അതൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒക്കെ ക്ലെൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതാണ് നിങ്ങൾക്കൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വെളിച്ചം ഉണ്ടാവുന്നത് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, സോ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്. നിങ്ങളുടെ ശരീരം അതുപോലെ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ പോലെ, സൂര്യകാന്തി പോലെ ഒരു ഗോൾഡൻ ഓറ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫ്രം ടാരോട്ട് അബൌട്ട് യുവർ April month? What major blessings are coming for you? Alright, ഇത് നിങ്ങൾക്കുള്ളൊരു അവേക്കനിങ് ആണ്. ഓൾറൈറ്റ്, സോ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ ഓൾ ഓഫ് സഡൻ അതൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് തരുന്ന, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സോളിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ ചില കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നത്. ഓൾറൈറ്റ്, സോ നമുക്കറിയാം നമ്മൾ വളർന്നു വരുന്ന ഒരു ചുറ്റുപാടില് എവിടുന്നൊക്കെയോ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളുടേതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അത് വലിയൊരു പ്രയോറിറ്റി കൊടുത്ത് വലിയൊരു പ്രഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അതൊന്നല്ല നിങ്ങൾക്ക് വേണ്ടത്, അതൊന്നും അല്ല. നിങ്ങളുടെ റൈറ്റ് പാത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ റൈറ്റ് പാത്ത് കാണിച്ചു തരുന്ന, നിങ്ങൾ എന്ത് കയ്യിൽ വെക്കണം, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങളെ എന്ത് അല്ലെങ്കിൽ ആര് ഡിസേർവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ചില മൊമെന്റ്സ് ഏപ്രിൽ മന്ത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കമ്പനിയിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് സോണിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ ഹൈ ലെവൽ പീപ്പിൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഓറ കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾക്കൊരു വലിയൊരു അവേക്കനിങ് തരാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് വലിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് തരാൻ സാധിക്കുന്ന ഫ്രണ്ട് സോണിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, സോ അത് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണ് പോകുന്നുണ്ട്, നിങ്ങൾ കളയുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ചില കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അവർക്ക് ആ ഒരു മൊമെന്റിൽ അവർക്ക് തോന്നും അതാണ് വേണ്ടത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വാശി പിടിക്കും, ഒരുപാട് കരയും, അതിന്റെ പിറകെ അവർ പോകുന്നുണ്ടായിരിക്കണം. ഓൾ ഓഫ് സഡൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതാണ് വേണ്ടത് എന്ന് തോന്നും, അല്ലെ? സോ നിങ്ങളെ അങ്ങനെ വേറെ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പോവാ എന്നുള്ളതല്ല, ആ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പുതിയൊരു പാത്ത് തരുന്ന ഒരു കാര്യമാണ്, പുതിയൊരു വഴി തുറന്നു തരുന്ന ഒരു കാര്യമാണ്. ന്യൂ ബിഗിനിങ്, ന്യൂ റിലേഷൻഷിപ്പ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, ഗെറ്റ് റെഡി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മേജർ ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. മെയിൻലി എടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന, നിങ്ങളുടെ ലൈഫിനോട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ കോസ്മെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ബ്യൂട്ടിയിൽ നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവുന്ന ഒരു മാസം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ നമ്മൾ എപ്പോഴായിരിക്കാം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മള് ഭംഗിയിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്തായിരിക്കാം, അല്ലെ? നമ്മളുടെ ലൈഫിൽ അത്ര സ്പെഷ്യൽ ആയിട്ടൊക്കെ തോന്നുന്ന ചില ആളുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില ആളുകൾ കുറെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ സ്വന്തമായിട്ടൊക്കെ നോക്കാൻ തുടങ്ങുന്നുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നോക്കുക, സൗന്ദര്യം നോക്കുക, സെൽഫ് കെയർ ചെയ്യുക. സോ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, കോസ്മെറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യുക.
ബ്യൂട്ടിക്ക് വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യുക, ബോഡി ആർട്ടിനൊക്കെ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യുക. സോ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുന്ന ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ നഖം റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾ ടാറ്റു ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം, ബോഡി ആർട്ട് ചെയ്യുന്നതായിരിക്കാം, ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തുന്ന ആളുകളുണ്ട്, ഫേസിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ. ഓക്കെ, എന്തിനാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതുകൊണ്ടാണ്. സോ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് തരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് ലവ് റിലേഷൻഷിപ്പ് ആണ്, ചില ആളുകൾക്ക് നിങ്ങൾ അത്ര ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പാഷൻ, ബട്ട് വാട്ട് എവർ. ഓക്കെ, സോ ഏപ്രിലിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് തോന്നും ഇതാണ് ഇത്ര കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തത് ഇതാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അതല്ല. വെരി സൂൺ അതിന്റെ പിറകെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഏപ്രിൽ മാസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അത്ര ഡീപ്പായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ പിറകെ ഒരുപാട് കാര്യം കൂടെ വരാനുണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ചില ബ്ലെസ്സിങ്സ് അതിന്റെ പിറകെ ഉണ്ട്. ട്രസ്റ്റ് മീ, ഐ ഹാവ് ടു ടെൽ ദിസ്. ഓൾറൈറ്റ്, അത് നിങ്ങൾ ജീവിക്കുന്ന എത്ര കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, അവിടെ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തില്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ ജോബിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഏപ്രിൽ മാസം നിങ്ങളുടെ കൂടെ വേറൊരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഓർ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പോകുന്ന നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്ണർ, ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ സൈക്കിക് പാർട്ട്ണർ, നിങ്ങളുടെ ലൈക്ക് സം കണക്ഷൻ. ഓക്കെ, സോ സോൾ കണക്ഷൻ, ട്വിൻ കണക്ഷൻ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സം ജെന്യൂൻ കണക്ഷൻ. ഓക്കെ, സോ കാരണം ഗ്രൂപ്പ് നമ്പർ 1 ഐ ഹാവ് ടു ടെൽ ദിസ്, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി, എസ്പെഷ്യലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ പേർപ്പസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഹ്യൂജ് ക്രൗഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് വളരെ ഫെയിം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ പ്ലാൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കം ഔട്ട്. ട്രെയിനർ, നിങ്ങൾ നല്ലൊരു ട്രെയിനറാണ്, നിങ്ങൾ നല്ലൊരു അവതാരകനോ അവതാരികയോ ആയിരിക്കാം, മീഡിയ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ്, സംസാരിക്കാനൊക്കെ കഴിവുള്ള, ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ദിവസം കൂടിയാണ്. ഓക്കെ, ഏപ്രിൽ മാസത്തിലെ പല ദിവസങ്ങളും പല ടൈമും നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് സഡൻ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നായിരിക്കും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊരു കാര്യം ചെയ്യണം, ഓക്കെ, ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നാണ് ലൈക്ക് ഐ നീഡ് ടു ഡു ദിസ്, ഓക്കെ, എനിക്ക് ഇതിലേക്ക് വരണം, ഇത് ചെയ്യണം, അപ്പം തോന്നുന്ന കാര്യങ്ങൾ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് അവേ. ഓക്കെ, സോ അതായിരിക്കാം. കാരണം നിങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ ടൈം എടുത്ത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് അവിടെ കിടന്ന് കത്തുന്നുണ്ട്. Okay, group number 1, your April month, what major blessings are coming for you? Group number 1, get ready, man. സോ ഇവിടെ ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, സോ ഇതിൽ ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലൻ ആണ്. ഓക്കെ, ഈവൻ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലൻ എനർജി, അതായത് നിങ്ങൾ വളരെ കാര്യങ്ങൾ പ്രാക്ടിക്കലി എടുക്കുന്നുണ്ട്, വളരെ ആക്റ്റീവ് ആയിട്ട്, വളരെ സ്മാർട്ട് ആയിട്ട് ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, വളരെ സ്റ്റബേൺ ആയിട്ട്, വളരെ ഉറച്ചൊരു വ്യക്തിയായിട്ട്. ഓക്കെ, സോ ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു മനസ്സും ശരീരമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് വലിയൊരു സക്സസിലേക്കാണെന്നുള്ളത് മാത്രം എനിക്കറിയാം. നിങ്ങൾ എന്ത് കാര്യങ്ങളാണോ എൻഗേജ് ആവുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഇറ്റ്സ് ബിയോണ്ട് യുവർ സക്സസ്. ഓക്കെ, ടിപ്പ് നമ്പർ 1, your April month, what major blessings are coming for you? Truths. ഓക്കെ, സോ നിങ്ങൾ ഏപ്രിൽ മന്ത് തുടങ്ങുന്ന ഓരോ പുതിയ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉള്ള ഒരു ഉണർവാണ്. ഓക്കെ, അവേക്കനിങ് എന്നൊക്കെ പറയുന്നത് പോലെ തിരിച്ചറിവാണ്.
നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കഴിവുകളുണ്ടോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണോ, ചില ആളുകൾ നിങ്ങള് അഡ്മയർ ചെയ്തിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അല്ലെ? നിങ്ങളൊരു റോൾ മോഡൽ ആയിട്ട് എടുത്തിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം. സോ വാട്ട് ഇഫ് ഐ കൻ ടെൽ യു, നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ എത്താൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരുടെ ഒപ്പം എത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം എത്താനുള്ള കാര്യങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഏപ്രിൽ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ഒരു തിരിച്ചറിവാണ്. Group number 1, what major blessings are coming for you? Patience, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ പ്ലാനിങ്സ്, ഇത്ര കാലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇറ്റ്സ് ഓൾ എൻഡ്. ഓക്കെ, സോ ഏപ്രിൽ മന്ത് വളരെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു മാസമാണ്. എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. സോ അവിടെ ഒരുപാട് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇനി ക്ഷമയുടെ ആവശ്യമില്ല, ക്ഷമയുടെ ആവശ്യമേ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് വരാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ലൈക്ക് നിങ്ങളൊരു കാര്യം കുറെ പ്രാർത്ഥിച്ചു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് വന്നാല് നിങ്ങൾക്കത് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അത് റിസീവ് ചെയ്യാനുള്ള എന്താ പറയാ, ലൈക്ക് അങ്ങനത്തെ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളെ കാണണം, എനിക്ക് ഒരാളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ കാണണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു അവസാനം റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ വരുന്ന സമയത്ത് യു കാൻ ട്രസ്റ്റ് വാട്ട് യു ഹാവ് റിസീവ്ഡ്. ഓൾറൈറ്റ്, സോ you really can't believe that. You really can't believe that. ഓക്കെ, സോ യു ഹാവ് ടു എക്സ്പെക്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യണം, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓക്കെ, സോ യു ഷുഡ് ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ആഗ്രഹിച്ചാൽ മാത്രം പോലെ ആഗ്രഹിക്കുന്ന സമയം ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് അത് വളരെ കോൺഫിഡന്റ് ആയിട്ടും കൂടെ നിങ്ങൾ റിസീവ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. വളരെ ഒരു കുളിച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട്, ലൈക്ക് ഒരു ഫ്രേഗ്രൻസ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ കുളിച്ചിറങ്ങി വരുന്ന സമയത്ത്, ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ട് അല്ലെ? സോ ആ ഒരു സ്മെല്ലാണ് എനിക്ക് നിങ്ങൾ കിട്ടുന്നത്. ഓക്കെ, സോ നല്ലൊരു ഫ്രേഗ്രൻസ്, നല്ലൊരു സ്മെൽ, പ്ലസന്റ് സ്മെൽ, ഒന്ന് കുളിച്ചിറങ്ങി വന്ന ഒരു ഫീലിങ്സ്, ഒരു ഉണർവ്, ഹാപ്പിനെസ്, സമാധാനം. ഓക്കെ, അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം. സോ ചില ആളുകൾ പഠിക്കുന്നുണ്ട്, ചില ആളുകൾ വായിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ളതോ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ളതോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, വായിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ സോൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ്, നിങ്ങളുടെ സോൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഈവൻ നിങ്ങൾ വളരെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ ഏപ്രിൽ മന്ത് നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ സാധ്യത കുറവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വായിക്കുക, ചില കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുക, അതുപോലെ സ്പിരിച്വൽ ചേഞ്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മന്ത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഗെറ്റ് റെഡി. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ഏപ്രിൽ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മേജർ ഹാപ്പിനെസ് ആണ്, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ മൾട്ടി കളർ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഈ ഒരു ഫ്ലവർ പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പഠിക്കുന്ന ഒരു മാസമാണ്. നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്ന, വളരെ ഡീപ്പായിട്ട് നോക്കുന്ന, നിങ്ങളെ എന്നൊരു വ്യക്തിയെ വേറൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
സോ ഇപ്പൊ നിങ്ങൾ കാണുന്ന നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അവിടെ നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളും നിങ്ങളുടെ ഹാബിറ്റ്സും അഡിക്ഷനും നിങ്ങളുടെ ചില സ്വഭാവ വൈകല്യങ്ങളും ഒക്കെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കാണാൻ പോകുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മാസമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാസമാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇവന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏപ്രിൽ മാസം എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നിങ്ങളത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളത് ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. പല കാര്യങ്ങളും മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി, നല്ല ചേഞ്ചിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാനും തയ്യാറാവുന്നുണ്ട്. ഓക്കെ, എടുക്കാൻ നിങ്ങൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ചസ്, നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കാൻ സാധിക്കുക, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ള വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുക നമ്മുടെ ലൈഫിൽ. അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുക, നമ്മുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി. ഈവൻ ചില ആളുകൾക്ക് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് നോക്കുന്നത്, നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയും അതിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അതിൽ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ആൻഡ് അതിന് നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പുറമേ നിന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ലീഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ ചില സിറ്റുവേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യാനും ചില സർക്കിളൊക്കെ മാറ്റാനും ചില ആളുകളൊക്കെ ലൈഫിൽ നിന്ന് മാറ്റം വരുത്താനും മാറ്റിവെക്കാനും ബൈ പറയാനും നല്ല ക്വാളിറ്റീസിലേക്ക് കണക്ട് ചെയ്യാനും ഇറ്റ്സ് ലൈക്ക് മോർ ഏപ്രിൽ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മാസമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ റീറൈറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ജെന്യൂൻലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി. ഓക്കെ, സോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈവൻ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ. സോ മേ ബി ലൈക്ക് എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഡീപ്പായിട്ട് നോക്കുക, ഒരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊന്ന് വീണ് പോകുന്ന സമയത്തായിരിക്കാം, നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്തായിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡീപ്പായിട്ട് ഇതുപോലെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ മറയ്ക്കേണ്ടത്, മാറ്റിക്കൊണ്ടുവരേണ്ടത്, മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെ, ഇതുപോലത്തെ ഒരു മാറ്റം ഏപ്രിൽ മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ പല കാര്യങ്ങളും, ഒരു മാറ്റത്തിന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ പുതുതായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട്. സോ പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കുക, പുതിയ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ പുതിയ സ്കില്ലൊക്കെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയെ ഷാർപ്പൻ ചെയ്യാനും ഒരു ബെറ്റർ ആയിട്ടൊന്ന് പ്രൊജക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്ന ചില കഴിവുകളൊക്കെ നിങ്ങൾ അതിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ പുതുതായിട്ട് പഠിക്കുന്നതായിരിക്കാം, വായിക്കുന്നതായിരിക്കാം, നടക്കാൻ പഠിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു വീഴ്ചയെന്നാണ് നമ്മൾ ഇനി എങ്ങനെ വീഴാണ്ട് നടക്കണം എന്നുള്ളത് പഠിക്കുള്ളൂ, അല്ലെ. സോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ വീഴ്ചയെന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് നിങ്ങൾ ഒരേ മിസ്റ്റേക്ക് ഇനി ഉണ്ടാക്കില്ല. ഓക്കെ, സോ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരിക, പുതിയ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന മാസമാണ് ഏപ്രിൽ മന്ത്. സോ അക്സെപ്റ്റൻസ് ആണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മളെ തന്നെ ക്ഷമിക്കാൻ സാധിക്കണം, അല്ലെ. ഇപ്പം ഈ മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചില സിറ്റുവേഷനിൽ കൂടെ വന്നു, ഇനി എന്താണ് ആളുകൾ എന്നെ പറ്റിയിട്ട് വിചാരിക്കുക. നോ, യു ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നു ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാനോ സങ്കടപ്പെടാനോ നിങ്ങളുടെ ടൈമോ ഒന്നും നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചു, ഇനി ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചില ആളുകൾക്ക് നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എക്സാംസ് പോലത്തെ ചില കാര്യങ്ങൾ, ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ഏപ്രിൽ മാസം നിങ്ങൾക്കത് എന്താണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അത് വളരെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് ഒരു കുറവ് വന്നു,
എവിടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് വളരെ ഏത് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ നിങ്ങളൊരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടായിരിക്കാം നോക്കുന്നത്, ചില ആളുകൾ നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നോക്കുന്നത്, ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, സോ സ്വയം മനസ്സിലാക്കുക, സ്വയം തെറ്റ് മനസ്സിലാക്കുക, സ്വയം കണക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ മിറർ ആയിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അത്ര ഒരു വെൽവിഷർ ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മാസമാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു സിവിൽ എഞ്ചിനീയർ പോലെ, അല്ലെങ്കിൽ നല്ലൊരു മാസ്റ്റർ പോലെ, ലീഡർ പോലെ നിങ്ങൾ സ്വയം, നിങ്ങൾ ആ ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ മേലെ, അല്ലെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് നിങ്ങളുടെ മേലെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഏപ്രിൽ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളെ ഏബിൾ ആക്കി എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ എക്സലന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണ് നിങ്ങളെ തന്നെ. സോ അങ്ങനെ പല ഏരിയാസിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. സോ പല ഏരിയാസിലും നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. സോ ലെറ്റ്സ് സീ എന്താണ് ടാരോട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അബൌട്ട് യുവർ ഏപ്രിൽ മന്ത്. ഓക്കെ, സോ ഫ്രീഡം, എക്സാക്ട്ലി ഫ്രീഡം, സ്വാതന്ത്ര്യം, സ്നേഹം, സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മന്ത്. ഫൈനാൻഷ്യൽ ഓർ നിങ്ങൾക്ക് മാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോൾഡ് മെറ്റൽസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയോ, ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ അല്ലാണ്ട് തന്നെ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളുടെ പഴയ ജനറേഷൻ ആരെങ്കിലൊക്കെ തരുന്നതായിരിക്കാം ഗോൾഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗിഫ്റ്റ് ആയിട്ടോ ഓർണമെന്റ്സ് ആയിട്ടോ നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം, ഓർ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 2 ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഫ്രീഡം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എങ്ങനെ നടക്കുന്നുള്ളത് ഏപ്രിൽ മന്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഇവിടുന്ന് വരും, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 2, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഓക്കെ, സോ അത് ഗോൾഡ് ആയിരിക്കാം, ഓർണമെന്റ്സ് ആയിരിക്കാം, ഗോൾഡ് ആയിരിക്കാം, ക്യാഷ് ആയിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, ചില മാറ്റങ്ങൾ വരുത്തണം, അതിനുള്ള സാമ്പത്തികം എവിടുന്ന് വരും, നിങ്ങൾക്ക് സാമ്പത്തികം വന്നിരിക്കും. Okay, so have the trust, faith. Alright. കാരണം അതിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളല്ല ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ചിലത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, സി അഗൈൻ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ചില കമ്മിറ്റ്മെന്റ്സിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത് ചില കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കാം നിങ്ങളൊക്കെ ഒരുപാട് ബേർഡൻ ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു റിയൽ കളറെ മാറ്റുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ നമുക്ക് തന്നെ അറിയാം, ചില കാര്യത്തിനോട് നമ്മൾ ഒരു അനാവശ്യമായിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന സമയത്ത് അത് നമ്മളെ തന്നെ ഫീഡ് ആക്കുന്ന കാര്യമാണ്. റൈറ്റ്, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഫാമിലിയിലേക്ക് വരുന്ന സമയത്തായിരിക്കാം. സോ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ കമ്മിറ്റ്മെന്റിന് പുറത്തേക്ക് വരുന്നുണ്ട്, കമ്മിറ്റ്മെന്റ്സ് കാണിക്കുന്നില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാർമിക്കലി ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ സെന്റിമെന്റ്സ്, എംപതി, സിമ്പതി ഗ്രൂപ്പ് നമ്പർ 2 ഇതൊന്നും നിങ്ങൾ കാണിക്കേണ്ട ഒരു മാസമല്ല. ഓക്കെ, അതായത് റോങ് ആയിട്ടുള്ള പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്ലേസിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാതിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ഒരു മാസം കൂടിയാണ്. ഐ ഡോണ്ട് നീഡ് ടു ടെൽ ഓൾ ദീസ് തിങ്സ്, പക്ഷെ നിങ്ങളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ വലിയൊരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നില്ല. ഓക്കെ, സോ അത് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
ക്ലെൻസ്ഡ് ആയിട്ട് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ ആരൊക്കെയായിട്ടാണോ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ? സോ എസ്പെഷ്യലി നിങ്ങളുടെ സാക്രൽ ചക്ര നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരിലാണ് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ ആളുകളെയാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫിസിക്കൽ കോണ്ടാക്ട്, അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ ലൈഫ് എങ്ങനെയാ എന്നൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യുന്ന ഫിസിക്കലി നിങ്ങൾ ആരുടെ അടുത്താണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു മാസമാണ്. ഓക്കെ, സോ അവിടുന്ന് ചില കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്നൊക്കെ അങ്ങനത്തെ പ്ലേസിൽ നിന്നൊക്കെ ചില കമ്മിറ്റ്മെന്റ്സ് എന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നാണോ ഞാൻ ഇങ്ങോട്ട് കമ്മിറ്റ് ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണല്ലോ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഞാൻ മാറിയ തെറ്റാണോ എന്നൊക്കെ ചിലതൊക്കെ നമുക്ക് അറിയാണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. സോ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, റോങ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെന്റ് മാറ്റുന്നുണ്ട്, ആ ഒരു അഗ്രിമെന്റ് നിങ്ങൾ ചേഞ്ച് ആക്കുന്നുണ്ട്. ഗ്രിപ്പ് നമ്പർ 2 നിങ്ങൾ ചില അഗ്രിമെന്റ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആക്കുന്നുണ്ട്, പുതുക്കി പണിയുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില അഗ്രിമെന്റ്സ് ആയിരിക്കാം. ഞാൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറിയോ അത് അഗെയിൻസ്റ്റ് ആണെന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഗ്രിപ്പ് നമ്പർ 2 കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു സോളിന്റെ ഒരു ഫ്രീഡം ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു ടേംസിലേക്ക് വരുന്നുണ്ട്, ചില ടേംസിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ റൈറ്റ്സിൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ട്, തിരുത്തി എഴുതുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾ ഇന്റൻഷനലി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഗ്രിപ്പ് നമ്പർ 2 നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ഗ്രിപ്പ് നമ്പർ 2. സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, സോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സൈക്കിക് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ കഴിവുള്ള ചില ആളുകളുണ്ട്. ഓൾറൈറ്റ്, സോ അതുകൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് ഏപ്രിൽ മന്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൗൺസിലിങ്ങിന് പോകുന്നുണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നിങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, ഇൻസൈറ്റ് ഉണ്ടാവുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ആരെങ്കിലും നിങ്ങൾ ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൈക്കിക് സപ്പോർട്ട് എവിടുന്നോ ഉണ്ടാവുന്നുണ്ട്, ആരോ നിങ്ങൾ അതുപോലെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് വരിക. കാരണം അത് നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളെ എവിടേക്കാണോ നിങ്ങളെ സ്റ്റക്ക് ആയിട്ട് വെച്ചിട്ടുള്ളത്, നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഒരു ബിലീഫിന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ചില വിശ്വാസങ്ങളാണ്, നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില കമ്മിറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, സോ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മന്ത്. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് ട്രാൻസ്മേഷൻ സഡൻ ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് യാത്ര ചെയ്യുന്ന ഒരു മാസമാണ് ഏപ്രിൽ മന്ത്. അത് നിങ്ങൾ മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും ശരീരം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യാണ്, പുതിയ കാര്യത്തിലേക്ക് വരികയാണ്, പുതിയ പ്ലേസിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങളെ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിൽ നിന്നൊക്കെ നിങ്ങളെ സ്വയം നിങ്ങൾ അടച്ചു വെക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്, എനർജറ്റിക്കലി ആയിരിക്കാം. സോ ചില ആളുകൾക്ക് ലൈക്ക് എനർജറ്റിക്കലി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ഉണ്ടാവില്ല ഏപ്രിൽ മന്ത്. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം ഏപ്രിൽ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ നോക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും, പ്ലസ് സിറ്റുവേഷൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സ്റ്റോറിയിൽ, സോ ഏപ്രിൽ മന്ത് നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളുകളും അതിന്ന് നിങ്ങളെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജോബിലേക്കായിരിക്കാം. ഏപ്രിൽ മന്ത് നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ മണി, നിങ്ങളുടെ ഏർണിങ്സ്,
അതുപോലത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ സ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ ചില ആളുകൾക്ക് പ്രൊമോഷനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ അപ്രീസിയേഷൻ ഒക്കെ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് ഏപ്രിൽ മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഈവൻ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ വരുന്ന സമയത്തും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് അത്ര കാലമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് ചില കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് സക്സസ് ആക്കുന്ന സമയത്ത് നിങ്ങളൊരു ഓക്കെ, ഞാൻ എന്തോ ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചില കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങളുടെ ചില പേടികളൊക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കാം, അത് ഓവർകം ചെയ്യുന്നതായിരിക്കാം. ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്വയം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുന്ന ഇതുപോലത്തെ മാറ്റങ്ങളൊക്കെ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 2, blessings you can expect in the month of April. The shadow. Okay, is that a very strong confirmation? Group number 2, the shadow. Okay, so see again, shadow എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഷാഡോ എന്ന് പറയുന്നത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലെയാണ്. ലൈക്ക് മിറർ വാക്ക്. ഓക്കെ, കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഞാൻ എന്താണ്, ഞാൻ എന്ന വ്യക്തി എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയി എന്നൊക്കെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസമാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഏപ്രിൽ മന്ത് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. എന്റെ ലൈഫ് ഇങ്ങനെയായി, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ സിറ്റുവേഷൻ. നോ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലേക്കാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ചില പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾറെഡി സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നോക്കാൻ പോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം ദത്തെടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓൾറൈറ്റ്, നിങ്ങൾക്ക് പറ്റില്ല, ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല, എനിക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല, എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറ്റാൻ പറ്റില്ല. നോ, അങ്ങനെ എന്നല്ല, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ലൈക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ പുതിയ ജോബിലേക്കൊക്കെ വരുന്നതായിരിക്കാം. ഓക്കെ, സോ ജോബിനെ പറ്റി, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യത്തെ പറ്റി ഉള്ള വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് വേറെ കൺട്രിയിലേക്കൊക്കെ പോകുന്ന ചില ആളുകളുണ്ട്. എസ്പെഷ്യലി UK ഓർ എന്തെങ്കിലുമൊക്കെ വെസ്റ്റേൺ കൺട്രിയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ഉള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിൽ നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് or any western country. Okay, get ready കാരണം നിങ്ങൾ. Okay, so and group number 2, and again it's a strong confirmation. നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ലൈഫിൽ പോകുന്ന ചില സിറ്റുവേഷൻസിന്റെ എക്സാക്ട് സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, അതിനുള്ളൊരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എങ്കിൽ യെസ്, ഗ്രൂപ്പ് നമ്പർ 2, ഏപ്രിൽ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എന്തൊരു മേജർ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ചില അറിവ്, അത് സ്പിരിച്വൽ ആയിട്ടുള്ള അറിവായിരിക്കാം, സൈക്കിക് ആയിട്ടുള്ള അറിവായിരിക്കാം, അക്കാഡമിക്കൽ ആയിട്ടുള്ള അറിവായിരിക്കാം,
ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ പഠിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ ചില അറിവുകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്ന പല ആളുകൾക്കും സാധിക്കാത്ത കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. കാരണം പല ആളുകൾക്കും സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാൻ സാധിക്കുക, അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. ചില ആളുകളൊക്കെ ചില സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് ലൈഫ് ലോങ് അതായിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ അതിനൊക്കെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര മാത്രമാണ് നോക്കുന്നത് ഏപ്രിൽ മന്ത്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നൊരു വ്യക്തിയെ നിങ്ങൾ വേറൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നോക്കുക. ഓക്കെ, നിങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് ഒരു മൂവി കാണുന്നത് പോലെ നിങ്ങളെ തന്നെ കാണുന്നത് പോലെ നോക്കുക. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ അതുപോലെയാണ് നിങ്ങൾ ഏപ്രിൽ മന്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫായിട്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അനുഭവങ്ങൾ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ മാസം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ആവുന്നതായിരിക്കാം വിത്ത് എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും. ഗ്രൂപ്പ് നമ്പർ 2 ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈസ് ദാറ്റ് ഇനഫ്? യെസ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് മെസ്സായി, ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ നിർത്തും എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ്ലി ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം, ഒരുപാട് ഫ്രീഡം നിങ്ങൾ കൊടുക്കുക, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാനും പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാനും. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാര്യത്തിൽ നിങ്ങൾ ഇനി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ കുറച്ചുകൂടി സ്റ്റബേൺ ആയിട്ട് എടുക്കേണ്ട ഒരു മാസമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻസ്, എംപതി, സിമ്പതി ഒന്നും ഏപ്രിൽ മന്ത് വർക്ക് ആവാൻ പോവില്ല. നിങ്ങളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളും ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നേച്ചർ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങളടുത്തും കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3, your April month. Group number 3, what I'm feeling for you is, എനിക്ക് നിങ്ങൾക്കൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ഹഗ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഡീപ് ഡൗൺ, ബിക്കോസ് നിങ്ങളത് ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ സൈക്കിളിന് ഓവർകം ചെയ്തു വരാണ്. ഓക്കെ, എൻഡ് ആക്കാണ്. നിങ്ങളുടെ വലിയൊരു കഷ്ടപ്പാട് എൻഡ് ആവാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ പേർപ്പസ് നിങ്ങൾ പുറത്തേക്ക് വരാണ്. നിങ്ങളുടെ ഒരു മേജർ ലൈഫ് പേർപ്പസ് എൻഡ് ആവാണ്. ഒരു കോൺട്രാക്ട്, ഒരു സോൾ കോൺട്രാക്ട്, ഒരു കാർമിക് കോൺട്രാക്ട് ഇസ് ഗെറ്റിംഗ് എൻഡ്, ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലോസ്ഡ്. സോ ചില കാര്യങ്ങൾ അതുപോലെ എന്നേക്കുമായിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് വരാണ്, ഒരു അവസാനിപ്പിക്കലിലേക്ക് വരാണ്. സോ നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ഒരുപാട് വർഷത്തെ ചില സിറ്റുവേഷൻ, സ്ട്രഗിൾ, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ പേർപ്പസിലേക്ക് വരാണ് ഏപ്രിൽ മന്ത്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, സോ ചില ഡീപ്പ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഡീപ്പ് ആയിട്ടുള്ള ചില ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട ചില ഇവന്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെ? സോ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കില്ല, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എത്ര കാലം ഞാൻ ഇങ്ങനെ പോകണം, അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ ഫിസിക്കലി സെർവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി മെന്റലി ഒക്കെ ഡീൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ കുട്ടികളോ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം.
ഓക്കെ. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നീട്ടി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ചില ആളുകൾ നിങ്ങളത് നിങ്ങളായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി നിങ്ങൾ അതിന്ന് റിലീസ്ഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങൾ പോയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഡെപ്ത് ഉള്ളതായിരുന്നു, വളരെ ഡീപ്പായിരുന്നു. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നാച്ചുറലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തുറന്നു വിടുന്നുണ്ട്, നിങ്ങളെ ഫ്രീ ആക്കി വിടുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഹെൽത്ത് സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് കുറെ കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ അതിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഒന്ന് നടക്കാൻ പറ്റാത്തൊരു പ്ലേസ്, ഒരു അനങ്ങാൻ പറ്റാത്തൊരു പ്ലേസ് എന്ന് നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഹെൽത്തും മൈൻഡും ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഒരുപാട് വീണ്ടും ഒരു ന്യൂ ബോൺ ബേബി പോലെ വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ഡീപ്പായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ അത് ഓവർകം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ആ ഒരു പാസ്റ്റ് നിങ്ങൾ ഒരു രീതിയിലും എവിടെയും കണക്ട് ആവുന്നില്ല. ഓക്കെ. സോ നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് അഗൈൻ ഒരു ഇയർ എൻഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ. സോ നമുക്കറിയാം ഏപ്രിൽ മന്ത് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ. സോ അതുവരെയുള്ള എല്ലാ കണക്കുകൂട്ടലും അതുവരെയുള്ള എല്ലാ കണക്കും നിങ്ങൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ. നിങ്ങളുടെ ലൈഫ് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാം. സോ അത്ര കാലമായിട്ടുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതും കണക്കും കൊടുക്കലും വാങ്ങലും ഒക്കെ നിങ്ങളത് നല്ല രീതിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അത് പല രീതിയിലും ആയിരിക്കാം. ഓക്കെ. സോ ചില ആളുകൾ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കുന്നതായിരിക്കാം. ജോബ് വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ജോബിലേക്ക് വരുന്നതായിരിക്കാം. ജോബ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ലൈഫിൽ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഇതുപോലത്തെ ചില മാറ്റങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 ഈ മാസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതാണ് നിങ്ങൾ ഇനിയൊരു പുതിയൊരു വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് നിങ്ങൾ കൂടുതൽ കണക്ക് കൂട്ടുന്നത്. ഓക്കെ. സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ മന്ത് നിങ്ങൾ നിങ്ങളുടെ പുതിയ ആഗ്രഹങ്ങളൊക്കെ സീഡ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. ഓക്കെ. പുതിയ ആഗ്രഹങ്ങൾ, എന്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. സോ അങ്ങനെ നിങ്ങൾക്കൊരു ഫയർ തരാൻ, അങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആഗ്രഹം തോന്നാണ് ലൈഫിനോട്. ആൻഡ് അത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. എന്റെ ലൈഫിൽ ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾ പോയിട്ടുള്ള നിങ്ങൾ വന്ന വഴിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് വേണം, എന്ത് വേണ്ട, എങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാവുന്നുണ്ട്. സോ അതായത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ ആയിരിക്കാം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനും ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഏപ്രിൽ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ റൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ്. ഓക്കെ. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഏപ്രിൽ മാസം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. ഫൈനാൻഷ്യൽ ആയിട്ട് നിങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മണി ക്യാഷ് ഒക്കെ നിങ്ങളുടെ ക്യാഷ് ഒക്കെ നിങ്ങൾ അതുപോലെ സേവ് ചെയ്യുന്നോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വലിയൊരു അസറ്റ് ആയിട്ട് വരും. ഏപ്രിൽ മന്ത് നിങ്ങൾ വാങ്ങിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അവർ ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വലിയൊരു ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. സോ ഓർ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നതായിരിക്കാം. അതായത് സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക, ലാപ്ടോപ്പ് യൂസ് ചെയ്യുക, മേ ബി ലൈക്ക് ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ, ഓർ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ കരിയർ വൈസ് കുറച്ചുകൂടി ഒരു ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഹൈടെക്കിലേക്ക് നിങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ജനറേഷനിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും സിസ്റ്റം യൂസ് ചെയ്യണം, എങ്ങനെ ഈ മീഡിയാസ് യൂസ് ചെയ്യണം, എങ്ങനെ ടൂൾസ് യൂസ് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം, പുതിയ ടൂൾസ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം, പുതിയ സ്കിൽസ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. ഓക്കെ. സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ, അതാണ് നിങ്ങൾ ഏപ്രിൽ മന്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് സീഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ ചില ആളുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. റൈറ്റ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം.
നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡിലൊരു മാറ്റങ്ങൾ, കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഏപ്രിൽ മന്ത്, what major blessings are coming for you? Just number 3. നിങ്ങളുടെ പൊസിഷനെ പറ്റി, ലൈഫിൽ വേണ്ട കാര്യത്തെ പറ്റി നല്ലൊരു സ്ട്രോങ് ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും വളരെ ഡീപ്പ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കാര്യമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അതുപോലത്തെ ആഗ്രഹങ്ങളല്ല നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾ അത് സെറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് ഫ്യൂച്ചറിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യാനും കേപ്പബിൾ ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രോങ് വേർഷൻ തന്നെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് നിങ്ങളുടെ മക്കളായിട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ടായിരിക്കണം ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിട്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വളരെ ഡീപ്പ് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടായിരിക്കാം, ഓക്കെ, പാർട്ട്ണർ ആയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു ഫെമിനിൻ ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആവുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഫിസിക്കൽ ഇന്റിമസി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വരുന്ന മാസം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്, ചില റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്റർടൈൻ ചെയ്യാതെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങളോ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങളിൽ അത്ര കാലമായിട്ട് നിങ്ങൾ അകറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്റർടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളായിട്ട് ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ ചില ഇതുപോലത്തെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിലീഫ്സോ നിങ്ങളുടെ ചില വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനോ ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഫോർ യുവർ സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള ചില ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനോടോ നിങ്ങൾ വന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയാണോ ബിൽഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എവിടുന്നാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തുനിന്നോ നിങ്ങളുടെ ഫാമിലിന്റെ അടുത്തുനിന്നോ ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ, അല്ലെങ്കിൽ ചില ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു റിലീജിയൻ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മളും അത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് പോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ. പക്ഷെ അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ബൗണ്ടറീസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ബിലീഫിൽ മാറ്റങ്ങൾ വന്നാലേ നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ചില കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചാലഞ്ചസ് നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതുപോലത്തെ ബിലീഫും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച്, നിങ്ങൾ അറിയാതെ പോയിട്ടുള്ള ഒരു വലിയൊരു ചാലഞ്ച് അതാണ്. പക്ഷെ അവിടെ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ട്, അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സ്വയം മാറുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര സാധിക്കില്ല, എനിക്ക് ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റം വരുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ജെന്യൂൻ വേർഷനിലേക്ക്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങളും ഇതുപോലത്തെ ചില ആക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. അത് എത്ര ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഇത്ര കാലമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് വന്നിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഓക്കെ. സോ നിങ്ങളൊരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടാലേ നിങ്ങൾക്കൊരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഓക്കെ. ഏപ്രിൽ മാസം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. നിങ്ങൾ അതിലാണ് കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ വിശ്വാസമാണെന്നുണ്ടെങ്കിലും, ചില സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ചില ആളുകളെ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ അനുഭവിക്കുന്ന ചില എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഇതും പിടിച്ചോണ്ട് എനിക്ക് പുതിയ കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധോദയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഒരു മാറ്റം, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ ഇത്ര കാലത്ത് നിങ്ങളുടെ ഒരു ബേർഡനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കൂടെ കിട്ടുന്നുണ്ടായിരിക്കണം ലൈഫിൽ. സോ അതും രണ്ടും ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബേർഡൻ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ചില മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. സോ ഫൈനലി ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എനിക്ക് എന്തായാലും ഇങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ ചില കാര്യങ്ങൾ അവിടെ ഇട്ട് കളഞ്ഞാലേ എനിക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ. സോ അവിടെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിനാണ് നിങ്ങൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുക. അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ. അതുവരെ നിങ്ങൾ വളരെ സെൽഫ്ലെസ് ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആണ്, സെൽഫിഷ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഹാപ്പിനെസ്സിനാണ് നിങ്ങൾ അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ. സോ അവിടെ നിങ്ങൾ വളരെ സെൽഫിഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില മൊമെന്റ്സും ഉണ്ടാവും. മറ്റുള്ള ആളുകൾക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ചില ആളുകളുടെ ഇമോഷൻസ് നിങ്ങൾ ഒരു രീതിയിലും ക്യാരി ചെയ്യുന്നില്ല. ഓക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാണ്. ലൈക്ക് ഒരു താന്തോന്നി പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ്, മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നോണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു ഓത്തന്റിക് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്, റൈറ്റ്? അത് നമ്മൾ ഓരോ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ വന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പോയി മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, അല്ലെ? സോ അവിടെ നമുക്ക് ഏൺസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ ഇത്ര കാലമായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ നിങ്ങളത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ റിലേറ്റ് ചെയ്യാം. മറ്റുള്ള ആളുകൾക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ടിപ്പ് നമ്പർ 3. സോ അതാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നത്. ഓക്കെ. സോ നമ്മൾ ലൈഫിൽ മിസ്റ്റേക്സ് ചെയ്യാൻ പേടിക്കരുത്. മേ ബി ആ ഒരു മിസ്റ്റേക്സ് നമുക്ക് തോന്നുന്നു നമ്മൾ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ളത്. മേ ബി ആ ഒരു തെറ്റായിട്ടുള്ള വഴിയിലൂടെ വന്നാലായിരിക്കാം നമുക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ. എപ്പോഴും ഈസി ആയിട്ട് വഴികൾ പോകുന്ന സമയത്ത് ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, അല്ലെ? അതല്ല ലൈഫ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ റോങ് ആയിട്ട് പോകണം, എന്നാലേ നമുക്ക് ശരിയായിട്ടുള്ള നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ അറിയാണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ട് ഉണ്ടാവുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ. സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് സ്വയം നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാണോ എന്നുള്ളത്. നോ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാസമാണ്. ഓക്കെ. ഈവൻ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ റോങ് ആയിട്ടുള്ള, ഈവൻ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണോ പോകുന്നത്. നോ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ. സോ അത് എസ്പെഷ്യലി നിങ്ങൾ ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരേ കാര്യം തന്നെ അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ നിങ്ങൾ പോവുകയാണ്, അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങൾ വരാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ മാറ്റങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ചില പ്ലേസ് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ചില വഴികള്, മീറ്റ് ചെയ്യുന്ന ആളുകള്, കണക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ബട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങൾ അതിലേക്ക് വന്നു വിട്ടു പോയിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? മേ ബി നിങ്ങൾ അത് ഡീൽ ചെയ്യേണ്ടത് കൊണ്ടാണ്. അത് ഒരു രീതിയിൽ നിങ്ങൾ റോങ് ആയിട്ട് എടുക്കണ്ട. സോ അവിടുന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എന്താണോ ഇനി എന്താണോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. കാരണം ഇത് നിങ്ങൾക്കുള്ളൊരു അഷ്യൂറൻസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസും സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പുതിയ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ ചില ലോൺസ് ഒക്കെ, ഇപ്പൊ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങളുടെ ലൈബിലിറ്റീസ് ഒക്കെ, അത് ഫൈനാൻഷ്യലി മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ കുറെ കാലമായിട്ട് എടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്തോ എന്തോ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചില ലൈബിലിറ്റീസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 ഏപ്രിൽ മുതൽ നിങ്ങൾ ചില ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് പോയിട്ടുള്ള ചില ബാധ്യതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം, ഞാൻ എന്റെ ഫാമിലിനെ എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്റെ പാർട്ട്ണർ, എന്റെ ഫാമിലി, എന്റെ സിറ്റുവേഷൻ,
നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഒരുപാട് ബേർഡൻസ് അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് സെൽഫായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്വയം വർക്ക് ചെയ്യുന്നുണ്ട്, സ്വയം എൻകറേജ് ചെയ്യുന്നുണ്ട്, സ്വയം അലോ ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാനാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ചില ആളുകൾക്ക് റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകളുടെ റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്ന പേഴ്സൺ ആയിരിക്കാം. അത് ഒരുപാട് പരിചയം തോന്നും നിങ്ങൾക്ക് ചില ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്. ബട്ട് പ്രോബബ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സോളിന് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഒരു സ്നേഹമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരാനൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. റൊമാൻറ്റിക് ഫീലിംഗ്, സിറ്റുവേഷൻ, പുതിയ ഇഷ്ടം. ചില ആളുകൾ അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് തോന്നുന്നത്. നിങ്ങൾ അവിടെ സെൽഫിഷ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അത്ര കാലമായിട്ട് നിങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് തെറ്റല്ല എന്ന് തോന്നുക. ഓക്കെ, നിങ്ങളൊരു റോങ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, അവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ സ്വയം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. സോ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആ ഒരു ഇഷ്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചില ആളുകളോട് ചില ഇഷ്ടങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും അത് ആയിക്കൊള്ളണമെന്നില്ല അതിന്റെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഇഷ്ടം വരുന്നോണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അല്ലെ. നിങ്ങൾ സ്വയം അബാൻഡ് ചെയ്തിട്ടുള്ള നിങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, വാർത്തകള്, കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏപ്രിൽ മാസം. ഓക്കെ, ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തുനിന്ന് ചില ആളുകൾക്ക് റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി ലൈക്ക് ആരെങ്കിലും പാസ്റ്റ് നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുന്ന, ഈവൻ അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഒരു ടൈമിൽ നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരുപാട് കാത്തിരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ചില ആളുകൾക്ക് ഏപ്രിൽ മന്ത് നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം. ഓർ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ആരോ വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടുമുട്ടുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ഒരു പാസ്റ്റ് ഉള്ള ആരെങ്കിലും. ഡിവൈൻ ടൈം ഗ്രൂപ്പ് നമ്പർ 3. സോ ചില ആളുകൾക്ക് ചില റിലേഷൻഷിപ്പിൽ ഡിവൈൻ ടൈം, വീണ്ടും റീകണക്ട് ചെയ്യുക, വീണ്ടും സ്നേഹം ഉണ്ടാവുക, വീണ്ടും കാണുക, വീണ്ടും ഓർമ്മകൾ ഷെയർ ചെയ്യാം. ഓക്കെ, ചില ആളുകൾക്ക് അത് പുതിയ പേഴ്സൺ ആണ്. ഈവൻ നിങ്ങൾക്ക് പുതിയൊരു പേഴ്സൺ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ, സോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള പേഴ്സൺ ആണ്. സോ ചില ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ള സംസാരങ്ങൾ ഉണ്ടാവും ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളുടെ സോളിന് അത് അത്യാവശ്യമാണ്. സ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ കൂടെ പോയിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ വർത്ത്, നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകള്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ജീവിച്ചു പോയി നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 ഏപ്രിൽ മാസം നിങ്ങൾക്ക് വേർത്താണ്, നിങ്ങൾ എന്തോ ആണ്, നിങ്ങൾ വേർത്താണ്. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ നോക്കാനും ശ്രദ്ധിക്കാനും ഇഷ്ടം തോന്നുന്നതുമാക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ്, എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഒരുപാട് കളർഫുൾ ആക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി വിട്ടുകളയാൻ അത്ര പവർ ഉള്ള ചില കാര്യങ്ങൾ, അത് ആളുകളെന്ന് പറയുന്നില്ല, ചില ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചില കാര്യങ്ങൾ ഫിസിക്കൽ ഫോമിൽ നിങ്ങൾക്ക് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചില ഡേ ഡ്രീംസ് ഉണ്ട്, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഏപ്രിൽ മന്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്വപ്നമാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ചില കാര്യത്തിനോടുള്ള ഇഷ്ടം, ചില മാറ്റങ്ങൾ, ചില ആഗ്രഹങ്ങളാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ എല്ലാവർക്കും ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നില്ല. പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ആണ്, ചില ക്രഷ്. ഓക്കെ, ആരോ എവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ആളുകളിലെന്ന് പറയുന്നില്ല. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ കഴിഞ്ഞു, നിങ്ങളുടെ വലിയൊരു ലൈഫിന്റെ ഒരു വലിയൊരു ചാപ്റ്റർ, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ,
സോ ഇത് നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ടൈമാണ്. സോ ഇത് നിങ്ങൾക്കൊരു ബ്രേക്ക് ടൈമാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ്. ബിക്കോസ് യു ഗൈസ് റിയലി ഡിസേർവ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 3. സോ ടേക്ക് റെസ്റ്റ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സമാധാനമായിട്ടിരിക്കുക, എവിടെയെങ്കിലൊക്കെ സമാധാനമായിട്ട് പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ബിക്കോസ് യു ഗൈസ് റിയലി ഡിസേർവ് ദാറ്റ്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കൊരു വാം ഹഗ്. ഇനീഷ്യലി നിങ്ങളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡീപ്പായിട്ട് ഹഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സംബഡി, ഓക്കെ, മേ ബി നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ഫ്രണ്ട്, ഓർ നിങ്ങൾ ആരോ ഒരാൾ നിങ്ങൾ അങ്ങനെ ചേർത്ത് പിടിക്കാനുണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലെ ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പറയാതെ, നിങ്ങൾ ചില കാര്യങ്ങൾ പറയാതെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 3. നല്ല രീതിയിൽ സംഭവിക്കട്ടെ. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.